നമ്മുടെ ദിലീപിനെ കണ്ടിട്ട് തൊടുന്നത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ റിനി ആൻഡ് ജോർജ്. എൻ്റെ പൊന്ന് റിനി, നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് സ്ത്രീകൾക്ക് നേരിടേണ്ട വരുന്ന പ്രശ്നത്തിനെ കുറിച്ച് റിനി പറഞ്ഞായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ നടനെയും കുത്തി സംസാരിക്കുന്നതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇവറ്റകളെ കണ്ടാൽ പോലും അടുക്കരുത്, മിണ്ടരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞ റിനി ഇന്ന് തൊഴുന്നൊക്കെ കണ്ടപ്പോൾ ബഹുമാനം തോന്നി റിനിയോട്. പിന്നെ ഞാൻ ഇന്നലെ എല്ലാവരും വീഡിയോസ് കണ്ടപ്പോൾ റിനി മാത്രം ചിരിച്ചുകൊണ്ട് എൻ്റെ പൊന്നോ, ആ ചിരിയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ആലോചിച്ച ഒരു കല്യാണ ഫംഗ്ഷനോ അഥവാ ഒരു ഉദ്ഘാടനത്തിനോ വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. റിനിയുടെ നടത്തവും മട്ടവും രീതിയും ആറ്റിറ്റ്യൂഡും ഉള്ള ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഫംഗ്ഷന് വന്നു എല്ലാവരെയും കണ്ടു ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പോകാൻ വേണ്ടി മാത്രം. കാരണം ധീര വനിത എന്നാണല്ലോ പറയേണ്ടത്. കാരണം ഒരു പെൺകുട്ടികൾ പോലും വന്ന് മുന്നോട്ട് പറയാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് റിനിയെ പോലൊരു വ്യക്തി സമൂഹത്തിനോട് വിളിച്ചു പറയുമ്പോൾ ആ ഒരു രോമാഞ്ചമൊക്കെ പുള്ളി ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പുച്ഛം വരുന്നു. എന്തായാലും നമുക്കൊന്ന് കാണാം. എനിക്ക് വന്ന് കൊച്ചാപ്പയുടെ മോൻ അവിടെ നിൽപ്പോൾ ഉണ്ടായതെന്ന് തോന്നുന്നു. അവരൊക്കെ കണ്ട് ചിരിച്ച് ഇനി വല്യാപ്പയുടെ മോനെ കണ്ട് ചിരിക്കുന്നു. കൊള്ളാം കൊള്ളാം. അടുത്തത് എന്നെ ആരും നോക്കുന്നില്ലെന്നാണോ റിനി ഈ ഒരു വീഡിയോയുടെ ഇപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം റിനിയുടെ ഏത് വീഡിയോ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കൂടുതൽ വരുവൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം റിനിക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാളാണെന്ന് തോന്നി ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക്. പക്ഷേ കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ റിനി ചേച്ചിയുടെ പെർഫോമൻസ് എന്തായാലും കൊള്ളായിരുന്നു. എന്തായാലും ഒരു കല്യാണ ഫംഗ്ഷന് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഭയങ്കര ഒരു വിഷയമായിട്ടൊരു സംഭവമാണ് ചന്തു കിടന്ന് റിയാക്ട് ചെയ്തത്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊട്ട എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്ന് വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. പുള്ളിയുടെ നിലപാടിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ഓൺലൈൻ മീഡിയക്കാരെ ഇന്നലെ കുറച്ച് കുറ്റം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് ഞാൻ അവരെ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഈ ഓണർമാരുണ്ട് ഈ ചാനലിൻ്റെ, ഈ പറയുന്ന കൊച്ചു കൊച്ചു ചാനലൊക്കെ ഉണ്ട്. എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, നീലക്കോയിൽ എക്സാമ്പിൾ. അപ്പോൾ ഈ ഓണർമാരൊക്കെ ഇവന്മാരെ പറഞ്ഞിട്ട് വിടുകയൊക്കെ ചെയ്യും. വിട്ട് കഴിയുമ്പോൾ എന്താണ് ഇവന്മാരുടെ ജോലിയാണ് ഇവന്മാർ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും എക്സ്ക്ലൂസീവ് കൊണ്ടുവരിക, ന്യൂസിനെക്കാളും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ പത്രപടം. തെറ്റാണ്. ഒരു മരണ വീട്ടിൽ ചെന്ന് കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എയർപോർട്ട് അവിടെയൊക്കെ നിങ്ങൾ പോകും, കുഴപ്പമില്ല. ഇതൊരു മരണ വീടാന്നുള്ളൊരു ചിന്ത വേണം. പിന്നെ അവന്മാരുടെ പ്രഷറും കൂടെ കൊണ്ടാണ് അവന്മാരിങ്ങനെ ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ അവന്മാരുടെ ജോലിയിൽ നിന്ന് തിറപ്പിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവന്മാർ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഓൺലൈൻ മീഡിയ വർക്ക് ചെയ്ത സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവരും പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇനി നമ്മുടെ മൊട്ടച്ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ടിട്ട് പറഞ്ഞാൽ പുള്ളി ഇന്ന് സംസാരിക്കുന്നത് അതൊന്ന് കാണാം. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കൂടി നിന്നവരോട് കയർക്കേണ്ടി വരുന്ന ഒരു മകനെ ഇന്നലെ കണ്ടു. ഒരു ഫോണുണ്ട്, ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയന്ത്രണം വേണ്ട എവിടേട്ടാ എന്ന് ജോസി ചോദിക്കുന്നു. 100% ഇന്നലെ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാവുന്നത്. എൻ്റെ അരുണേട്ടന് ആ സങ്കടം വന്നല്ലോ. മനസ്സിലായി അരുണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു സങ്കടത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ഉണ്ടായിരുന്നു. അവിടെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ടൊക്കെ ഓൺലൈൻ മീഡിയക്കാരനെ മാത്രം നെഞ്ചത്തോട്ട് ഇടാതെ എന്തായാലും അരുണേട്ടൻ പറ, എന്നിട്ട് നമുക്ക് ഓരോ കാര്യത്തിലോട്ട് പോകാം. യഥാർത്ഥത്തിൽ അത് ഇനിയും അവരൊന്ന് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കെല്ലാം അവിടെ ക്യാമറകൾ വയ്ക്കാനൊക്കെയുള്ള കൃത്യമായ സ്ഥലവും ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ വരുന്ന താരങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഇതിനിടയിൽ
ഇതിനിടയിൽ നിന്ന് ആഘോഷ നിമിഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില ഓൺലൈൻ പപ്പരാശികളുണ്ട്. ആ ഓൺലൈൻ പപ്പരാശികളുടെ താഴെ അവിടെ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ മനുഷ്യരായിരുന്നെങ്കിൽ ഇതേപോലെ വന്ന് ഈ താല്പര്യപ്രകാരം അതിൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ കുട്ടി ചന്തു അത് ചോദിച്ചില്ല. അത് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ അതല്ല ആ ചന്തു പറഞ്ഞത്. മാറി നിൽക്കാൻ ഒടുവിൽ സഹികെട്ടാണ് അയാൾ പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് ഇതിലെ സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതിരുവിട്ടാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യും എന്നുള്ളത് ഇത്തരം ഓൺലൈൻ പപ്പരാശികളെ ഓർമ്മപ്പെടുത്തുകയാണ്. 100% ചന്തു ചെയ്തത് ശരിയാണ്. ചന്തുവിനെ പറഞ്ഞ ചീപ്പിട്ടാൻ പാടില്ലായിരുന്നു. അതിന് മുഖ്യമന്ത്രി വരെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല, അവിടെ മാറി നിൽക്കാൻ പറയുന്നത് കേട്ടത് നമുക്ക് തന്നെ തോന്നുന്നു കഷ്ടമാണ് എന്നാണ്. അപ്പോൾ ഇത് വല്ലാതെ കുഴപ്പമായി തീരുന്നുണ്ട്. സ്വയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ കേട്ടോ. സ്വയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നാണവും മാനവും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ദിലീപിന്റെ കേസ് വന്ന സമയത്ത് അടുക്കള ഡ്രോൺ വിട്ട ടീമുകളാണ് ഈ കടന്ന് സംസാരിക്കുന്നത്. ഞാൻ ആ ഒരു വീഡിയോ നിനക്കൊന്ന് വെച്ച് തരാം. എന്നിട്ട് നീയൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കണം. എടാ ഒരു നിലപാടൊക്കെ വേണ്ടേ? എന്നിട്ട് ഇനി ചോദിക്കാൻ പറയാം, അത് മരണ വിടല്ലേ, ഇത് മറ്റേ വിടല്ലേ, മറിച്ച് വിടല്ലേ, ഇവനത്ര നല്ല പുണ്യാളനൊന്നും അല്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ കിടന്ന് സംസാരിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇത് വെക്കാം. കുടയെടുത്താണ് ദിലീപാണ് കുടയ്ക്കുള്ളിലൂടെ ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഡ്രോൺ വിഷ്വൽസിനെ മറയ്ക്കാൻ വേണ്ടി ആണ് കുട ചൂടിക്കൊണ്ട് ദിലീപ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിൽ നിന്നും ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാവുന്നതാണ്. അങ്ങനെ ദിലീപ് കുടയാൽ മുഖം മറച്ച് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ദൃശ്യം ഒന്നേ. ഇനി അടുത്ത ദൃശ്യം 2 നമുക്ക് പോവാം. ചേട്ടന്മാരുടെ ഓരോരോ ദിലീപ് വണ്ടിയിൽ കയറുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളാണ്. ഇതാണ് ആകാശ ദൃശ്യങ്ങൾ. ആകാശ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ദിലീപ് ക്യാമറ കണ്ണുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി കുടയിൽ മറച്ച് ദിലീപ് ഇപ്പോൾ വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാമറ കണ്ണുകളിൽ രക്ഷപ്പെടാൻ കുടയിൽ മറഞ്ഞ് ക്യാമറ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കുടയിൽ മറിഞ്ഞു. എടോ, ദിലീപിനെ എല്ലാവർക്കും അറിയാം. അയാൾ മറിഞ്ഞോ തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ പോയാൽ ഒരു വിഷയമൊന്നും അല്ല. എക്സ്ക്ലൂസീവ് ഒന്നും കിട്ടിയില്ല. മുഖം കിട്ടാത്തതിൻ്റെ ചൊരുപ്പായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചിട്ട് പോവാം. ആ ഡ്രോണൊക്കെ പറക്ക് നീക്കുന്ന കാണാം. മോനെ ഇനി നേരെ ദേശീയപാതയിലേക്ക് പോയി അവിടെ നിന്നും ആലുവയിലെത്തി അവിടെ നിന്ന് നേരെ മുനിസിപ്പൽ സ്റ്റേഷൻ സ്ക്വാഡിലേക്ക് കാഴ്ചയാണ് ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ഹൈവേയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിവേഗം ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലൊരു തിരിച്ചുവരവ് ദിലീപിനുണ്ടാകുമോ എന്നതാണ് പുള്ളി തിരിച്ചു വരുകയും ചെയ്ത് കോടതിയിൽ നിന്ന് വെറുതെ വിടുകയും ചെയ്ത് അതെല്ലാവരും കണ്ടതാണല്ലോ. അന്ന് ഇതുപോലൊക്കെ കാണിച്ച വ്യക്തിയാണ് ഇപ്പോൾ വന്നിട്ട് നന്മമരം പറയുന്നത്. പുച്ഛം കൊണ്ടോടോ തന്നോടൊക്കെ? എനിക്ക് പുച്ഛം മാത്രം ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ ചേട്ടാ. പുച്ഛം മാത്രമേ ഉള്ളൂ ചേട്ടനോട്. ഒന്ന് ആലോചിച്ച് നോക്കി സ്റ്റാൻഡ്. അവിടെ ഓൺലൈൻ മീഡിയക്കാർ മാത്രമല്ല ഉള്ളത്, നിങ്ങളുടെ ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. ഈ വലിയ ക്യാമറയും പിടിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലത്. ആദ്യം ഒരു സ്റ്റാൻഡ് നിങ്ങൾക്കും കൂടെ ഉണ്ടായാൽ നല്ലതായിരിക്കും. കുറച്ചൊക്കെ നാണവും മാനമൊക്കെ വേണോടെ. ഓക്കെ, പിന്നെ മുഖ്യമന്ത്രി വന്നിട്ട് VD സതീശൻ അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വിഷ്വൽ വെച്ചുതരാം. ഓക്കെ, അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് കാണിച്ചതാണ്. എന്നാലും ഞാൻ അതൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടി. അവിടെ ഓൺലൈൻ മീഡിയക്കാരും ഉണ്ടായിരുന്നു, വലിയ വലിയ ചാനലും എല്ലാ അവന്മാരും ഉണ്ടായിരുന്നു അവിടെ. അവരെ മാത്രം നെഞ്ചത്തൊട്ടിട്ട് നൈസായിട്ട് തപ്പലിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ദിലീപിന്റെയും ആയിരുന്നു പിന്നെ അടുത്ത ഒരു ഇത്. രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ, ദിലീപ് എന്തായാലും നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. രാഹുലിന്റെ ഒരു കേസിലാണെങ്കിലും കോടതി ഈ പറയുന്ന അതിജീവിതന്മാർക്കിട്ടാണ് താങ്ങുകയൊക്കെ ചെയ്തത്. കോടതിയുടെ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൾമാർക്ക് ഉത്തരവില്ല. ഓക്കെ, ഞാനൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് അരുൺകുമാറിൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തത്.
എടാ നിനക്കൊക്കെ അതും കുറച്ച് നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതൊന്നും ഇല്ല, അത് വേറെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്താ പറയുന്നത് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ പറയുന്നത് പിന്നെ മാറ്റി പറയുന്ന സ്വഭാവം നിങ്ങൾക്ക് പണ്ടേ ഉള്ള. അതുകൊണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.